എന്റെ പെങ്കൊച്ചേ, എനിക്ക് നിന്നെ കണ്ടട്ടാ. നീ അങ്ങ് തടി വെച്ച് ചീർത്തിട്ട് കണ്ടിട്ട് പോലും മനസ്സിലാവുന്നില്ലല്ലോടി. ഇത് ഗർഭിണിയാന്ന് പറഞ്ഞ് ഭക്ഷണം കുറച്ച് കഴിക്ക്. ഈ തടി പിന്നെ പോയില്ല കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. എന്റെ അമ്മായി ഒരു കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോ ഇച്ചിരി തടിയൊക്കെ വെക്കുന്നത് സാധാരണയല്ലേ. അല്ലാതെ ചുമ്മാ ഭക്ഷണം കഴിച്ച് വീട്ടിലിരുന്ന് മറ്റുള്ളവരുടെ പരദൂഷണം പറഞ്ഞ് തടി വെക്കുന്നതിനെ കഴിഞ്ഞ് നല്ലതല്ലേ അല്ലേ? സൗഭാഗ്യ ഹോസ്പിറ്റലിലാണോ പ്രസവത്തിന് പോകുന്നത്? എന്റെ ദൈവമേ, അവിടുന്ന് ഡിസ്ചാർജ് ആയ ഇവര് ബില്ല് കണ്ടിട്ട് ബോധം കെട്ട് വീണിട്ട് വീണ്ടും അവിടുത്തെ ഐസിയുലാക്കി എന്നൊക്കെയാ പറയുന്നത് കേൾക്കുന്നത്. ഇവിടെ എന്തോരം ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് എന്റെ കുഞ്ഞ്, അവിടെ എവിടെയെങ്കിലും പോയാ പോരെ? എന്തിനാ ഈ അഹങ്കാരം കാണിച്ച് ഈ പ്രൈവറ്റ് ആശുപത്രി പോകുന്ന ഇത്രയും പൈസ കൊണ്ട് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളൊക്കെ എന്നെ ഗവൺമെന്റ് ആശുപത്രിയിലല്ലേ പ്രസവിച്ചത്, എന്നിട്ട് എന്താ പറ്റില്ലേ? ഇതൊക്കെ ഒരു അഹങ്കാരം തന്നെ. എന്റെ അമ്മായി, എന്റെ ഭർത്താവിന്റെ കയ്യിൽ കാശുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എന്റെ ഭർത്താവിന് ഇഷ്ടം. അപ്പൊ അമ്മായിയുടെ ഭർത്താവിന്റെ കയ്യിൽ എന്ന കാശും ഇല്ല, വീട്ടിൽ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റുമോ? ഉം ഞാൻ നിന്റെ അമ്മേനെ എപ്പ വിളിച്ചാലും നിന്റെ അമ്മ പറയും ഒന്നെങ്കിൽ നീ കിടക്കുവാന്ന് പറയും, അല്ലെങ്കിൽ ടി വി കാണുവാന്ന് പറയും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയും. എന്റെ പൊന്നു കുഞ്ഞി, ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു രോഗമൊന്നും അല്ല, ഏറ്റു നടന്ന് പറ്റുന്ന പണിയൊക്കെ ചെയ്യാം. ഏ ഞാനൊക്കെ പ്രസവിക്കാൻ പോകുന്നതിന്റെ തലേന്ന് എന്തെല്ലാം പണി ചെയ്തു വെച്ചിട്ടാ പോയെന്നറിയാവോ? എന്റെ ദൈവമേ, വിറകെല്ലാം വെട്ടി ഒടിച്ച് വിറക് വരയ്ക്കകത്ത് അടുക്കി അടുക്കി വെച്ചു. മുറ്റമടിച്ച് പാത്രം കഴുകി തുണിയെല്ലാം കഴുകി മടക്കി വെച്ച് എന്തോരം പണി ചെയ്തിട്ടാ ഞാനൊക്കെ പോയത്. എനിക്ക് പോർക്കാൻ വയ്യ. ഇപ്പത്തെ പിള്ളേര് എന്താണ്ട് രോഗം വന്ന പോലത്തെ കളിയാ. അത് പിന്നെ അമ്മായിയുടെ അമ്മയ്ക്ക് പിന്നെ അമ്മായിനെ നോക്കാൻ സമയമില്ലായിരുന്നല്ലോ. പിന്നെ കല്യാണം കഴിപ്പിച്ച വീട്ടിലാണെങ്കിൽ അമ്മായിയമ്മ ഭയങ്കര സാധനം, ഭർത്താവാണെങ്കിൽ തല്ലിപ്പൊളി. അപ്പൊ അമ്മായിനെ നോക്കാനും ശ്രദ്ധിക്കാനും ആർക്കും സമയവും ഇല്ലായിരുന്നു. അതുപോലെയല്ല എന്റെ കാര്യം, എന്റെ അമ്മ എന്നെ പൊന്നു പോലെയാ നോക്കുന്നത്. അത് മാത്രമല്ല, എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഭർത്താവിനാണെങ്കിൽ അതിനെ കഴിഞ്ഞ് സ്നേഹമാണ്. എനിക്കങ്ങനെ നിന്ന വീടും ചെന്ന വീടും ഒക്കെ നല്ലത് കിട്ടി. അതിപ്പോ എന്റെ ഒരു ഭാഗ്യല്ലേ. വിശ്രമിക്കാനൊക്കെ അതുകൊണ്ട് ഇഷ്ടംപോലെ സമയവും കിട്ടുന്നുണ്ട്.